ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ റോഷി അഗസ്റ്റ്യൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സംഭവ് 12 സീറ്റിൽ മത്സരിച്ച് ഒരു സീറ്റ് പോലും നേടാനാകാതെ പോവുകയുണ്ടായി. മന്ത്രി റോഷി അഗസ്റ്റ്യൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റ്യൻ പോലും തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണെങ്കിലും വളരെ വലിയൊരു പരാജയം ഇടതുപക്ഷത്തിന് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നു, കോട്ടയത്തുണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ്. ഇടുക്കിയിലെ ഈ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. കാരണം മലയോര മേഖലയിൽ ഒരുപാട് സമരങ്ങളടക്കം പല പ്രശ്നങ്ങളും മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു ഇടുക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജോൺസൺ കൊച്ചുകുറുപ്പൻ നമ്മളോടൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ പരാജയം, അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സമ്പൂർണ്ണമായി ജനങ്ങൾ കൈയൊഴിയുന്ന സാഹചര്യം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇതിന് കാരണമായിട്ടുണ്ടാവുക? റോബിൻ, തീർച്ചയായിട്ടും സംസ്ഥാനത്താകെ ഉണ്ടായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ഇടുക്കിയിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ റോബിൻ തന്നെ പറഞ്ഞതുപോലെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി കഴിഞ്ഞ 10 വർഷമായി അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അത് മുഴുവൻ ഭരണകൂടങ്ങൾ വരുത്തി വെച്ച വിഷയങ്ങളാണ്. ഇവിടുത്തെ പട്ടയ പ്രശ്നങ്ങളിലെ പ്രതിസന്ധി, ഏല പട്ടയവും CHR-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത തെറ്റായ സത്യവാങ്മൂലം, നിർമ്മാണ നിരോധനവും അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന തെറ്റായ സർക്കാരിന്റെ നിലപാടും സത്യവാങ്മൂലവും, വന്യമൃഗ ശല്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് എടുത്ത ജനവിരുദ്ധ നിലപാടുകളിൽ ജില്ലയിലെ കാർഷിക സമൂഹം ഒന്നാകെ ഗവൺമെന്റിനെതിരെ വിധി എഴുതി എന്നത് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. രണ്ട് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം ഒരു പൊതുപ്രവർത്തകനെ ജനം കാണുന്നത് തങ്ങളിൽ ഒരുവനായിട്ടാണ്. അതൊരു പഞ്ചായത്ത് മെമ്പർ ആയാലും MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ഒക്കെ തങ്ങൾ വോട്ട് ചെയ്ത, തങ്ങൾ പ്രവർത്തകരായി അവർക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള തങ്ങളുടെ നേതാക്കന്മാരായിട്ടാണ് കാണുന്നത്. പക്ഷെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടി പദവികൾ പോലും കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ധാർഷ്ട്യം കാണിക്കുന്ന, ജനങ്ങളെ പുച്ഛിക്കുന്ന, ജനങ്ങളുടെ അഹങ്കാര സമീപനം സ്വീകരിക്കുന്നവർക്കുള്ള ചെകിടിനേറ്റ കനത്ത തിരിച്ചടി എന്നുകൂടി ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരും. ജനപ്രതിനിധികൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ ജനങ്ങളോട് കാണിച്ച ഒരു ധാർഷ്ട്യമുണ്ട്. അവരുടെ സംസാരത്തിലാവട്ടെ, അവരുടെ സമീപനങ്ങളിലാവട്ടെ, മാധ്യമ പ്രവർത്തകരോട് പോലും അവർ എന്തോ രാജാക്കന്മാരുടെ കാലത്തെ ഏകാധിപതികളെ പോലെ എല്ലാവരോടും പുച്ഛത്തോടെയും ധാർഷ്ട്യത്തോടെയും പെരുമാറിയതും അതൊന്നും ജനം ഉൾക്കൊള്ളുന്നില്ല. ജനം പൊതുപ്രവർത്തകരിൽ നിന്ന് വിനയവും എളിമയും തങ്ങളോട് നല്ല പെരുമാറ്റവും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായ രാഷ്ട്രീയ ധാർഷ്ട്യം നടത്തിയ ഇടതുമുന്നണിയുടെ നേതാക്കന്മാർക്ക് ചെകിടിന് കിട്ടിയ കനത്ത അടിയാണ് ഇടുക്കിയിലെ ഈ വലിയ പരാജയം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടുക്കി ജില്ലയിൽ മാത്രം 5 നിയോജക മണ്ഡലങ്ങൾ, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 7 നിയോജക മണ്ഡലങ്ങൾ. ഈ 7 ഇടത്തും ഭരണമുന്നണിയെ തകർത്തുകൊണ്ടാണ് UDF ജയിച്ചത്. UDFന്റെ ജയം എന്ന് നമുക്ക് പറഞ്ഞു നിർത്താനാവില്ല. UDFന്റെ ഒരു നമ്മുടെ റോബിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വിജയ തേരോട്ടം നടത്തുകയായിരുന്നു. ഇപ്പൊ നമുക്ക് തൊടുപുഴ എടുത്താൽ, തൊടുപുഴ ലോ റേഞ്ചിലെ, നമ്മുടെ ഇടുക്കിയിലെ ലോ റേഞ്ചിൽപ്പെട്ട പ്രദേശമാണ്. ബഹുമാനായ ശ്രീ PJ ജോസഫ് സാറിന്റെ തട്ടകമാണ്. പക്ഷേ PJ ജോസഫ് എന്ന് പറയുന്ന അതികായകന് അവിടെ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ അധികമായി അദ്ദേഹത്തിന്റെ മകൻ മത്സരിച്ചപ്പോൾ, നമ്മൾ പാലായില് ഒരു കേരള കോൺഗ്രസ് നേതാവിന്റെ മകൻ മത്സരിച്ച് പരാജയപ്പെട്ടത് കേരള സമൂഹം കണ്ടു. പക്ഷെ തൊടുപുഴയിൽ വന്നപ്പോ തൊടുപുഴയില് അത് വലിയൊരു വിജയത്തിലേക്ക് വന്നു. അവിടെ ആകപ്പാടെ 1,88,495 വോട്ടാണുള്ളത്. അതിൽ 1,46,000 വോട്ടുകൾ പോൾ ചെയ്തു. അവിടെ 84,796 വോട്ട് നേടിയ PJ ജോസഫ് സാറിന്റെ മകന് അവിടെ കിട്ടിയിരിക്കുന്നത് 44,291 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ബഹുമാന്യനായ PJ ജോസഫ് സാറിന് പോലും കഴിഞ്ഞ തവണ അവിടെ 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ളൂ. 25,000-ഓളം വോട്ടുകൾ, PJ ജോസഫിനേക്കാൾ അധികം 25,000-ഓളം വോട്ടുകൾക്ക് അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അവിടെയുള്ള ജനപ്രതിനിധികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സമീപനം അവിടെ ഘടകമാണ്. പീരുമേട്ടിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള 2 മണ്ഡലങ്ങളാണ് ദേവികുളവും പീരുമേടും. ഈ പീരുമേട്ടില് യഥാർത്ഥത്തിൽ പീരുമേട് ഒരു UDF മണ്ഡലമാണ്.
കെ തോമസ് അടക്കം ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 4 തവണയായി 3 തവണ ES ബിജിമോൾ, ഒരു തവണ വാഴൂർ സോമൻ CPI പ്രതികളായി എങ്ങനെയാണ് അവിടെ ജയിച്ചതെന്നും ഇപ്പോൾ ജയിച്ചിരിക്കുന്ന സിറിയക് തോമസ് കഴിഞ്ഞ 2 തവണയാണ് അവിടെ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് നോക്കുമ്പോൾ അത് കൃത്യമായി അവിടുത്തെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളെ, കോൺഗ്രസിന് മുന്നേറ്റമുള്ള മുൻതൂക്കമുള്ള കുമളി അടക്കമുള്ള പഞ്ചായത്തുകളിലെ കോൺഗ്രസിനുള്ളിലെ ചില അസ്വാരസ്യങ്ങളാണ് കഴിഞ്ഞ 2 തവണയും സിറിയക് തോമസിനെ പരാജയപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ നേതാക്കന്മാരും മാത്രമല്ല, ജില്ലയിൽ ആകമാനം സാധാരണ UDF പ്രവർത്തകന് അവനൊരു വില്ലേജ് ഓഫീസിൽ പോയി സംസാരിക്കാനാവുന്നില്ല, അവന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാനാവുന്നില്ല, അവന് ഒരു വിധത്തിലും അവനെ പ്രദാനം ചെയ്യുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് ഓഫീസുകളിൽ അവന് കയറി ചെല്ലാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിവിടെ ജയിച്ചേ മതിയാവും. നേതൃത്വം എന്നും പറയട്ടെ, സ്ഥാനാർത്ഥി ആരുമാകട്ടെ, തങ്ങൾക്കിവിടെ ജയിച്ചേ മതിയാവൂ എന്ന ഒറ്റ വികാരത്തിൽ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി മത്സരിച്ചു. അവിടെ സിറിയക് തോമസിന് 3ാം തവണ വിജയിക്കാനായി. കഴിഞ്ഞ തവണ വരെ അവിടെ നിസ്സാര വോട്ടുകൾക്കാണ് LDF ജയിച്ചിരുന്നത്. പക്ഷെ അവിടെ ഇത്തവണ 27,634 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് അവിടെ ജയിച്ചത്. കഴിഞ്ഞ തവണ 1,800ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നത് 27,000 വോട്ടുകൾക്ക്. ഇനി നമുക്ക് ദേവികുളത്തോട്ട് വന്നാൽ ദേവികുളത്തെ ചിത്രം വേറെയാണ്. ദേവികുളം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഇടത് മണ്ഡലമായി തന്നെയാണ് തൊഴിലാളികളുടെ സ്വാധീനമുള്ള മേഖലയിൽ നിലനിൽക്കുന്നത്. പക്ഷെ അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരം, CPMന്റെ അഹങ്കാരമാണ്. 3 തവണ MLA ആയ S രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ S രാജേന്ദ്രൻ അത്തരം ഒരു നേതാവിനെ പാടെ അവഗണിച്ചുകൊണ്ട്, നിസ്സാരമായി കണ്ടുകൊണ്ട്, അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ താർക്കികം അവിടെ കോൺഗ്രസിന് ഗുണം ചെയ്തു. BJPക്ക് നിസ്സാര വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ദേവികുളത്ത് BJPയുടെ പ്രതിനിധിയായിട്ട് മത്സരിച്ച രാജേന്ദ്രൻ 15,000-ലധികം വോട്ടുകൾ പിടിച്ചു. അവിടെ 5,000 വോട്ടുകൾക്കാണ് 5,233 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി രാജ ജയിച്ചത്. 15,000 വോട്ടുകൾ BJP സ്ഥാനാർത്ഥി പിടിച്ചു. എന്തുകൊണ്ടാ? CPMന്റെ ഞാൻ ആദ്യമേ പറഞ്ഞ താർഷ്ട്യം. അവിടെ S രാജേന്ദ്രന്റെ കൈവെട്ടും കാലുവെട്ടും, അദ്ദേഹത്തെ തല്ലും, ഞങ്ങൾ തല്ലില്ല, തൊഴിലാളികൾ കൈകാര്യം ചെയ്തോളും എന്നൊക്കെ പ്രസംഗിച്ചില്ലേ? ആ താർഷ്ട്യത്തെ ജനം അംഗീകരിക്കുന്നില്ല. 15,000-ലധികം വോട്ടുകൾ അവിടെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തകർച്ചയുണ്ടായി. ഗുണം കിട്ടിയത് UDFനാണ്. ഇനി നമുക്ക് ഉടുമ്പൻചോലയിലേക്ക് വന്നാൽ, റോബിനെ, ഉടുമ്പൻചോല ഈ പറഞ്ഞതുപോലെ ഒരു UDF മണ്ഡലമാണ്. കൃത്യമായി കണക്കെടുത്ത് പരിശോധിച്ചാൽ UDF മണ്ഡലമാണ്. പക്ഷെ കഴിഞ്ഞ 5 തവണയായി 25 വർഷമായി ഇവിടെ ജയിക്കുന്നത് CPM MLAമാരാണ്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത. ഒരു അണികൾ പോലുമില്ലാത്ത കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ പ്രതിനിധിയായി മാത്യു സ്റ്റീഫൻ വന്നു. ഇവിടത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ അംഗീകരിക്കാതെ ഇറക്കുമതി ചെയ്ത ജോസി സെബാസ്റ്റ്യൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നു. DICയിലായിരുന്ന ഇബ്രാഹിം കുട്ടിക്ക് എല്ലാവരും സീറ്റ് കൊടുത്തു. അങ്ങനെയാണ് 3 തവണ KK ജയചന്ദ്രൻ ഇവിടെ ജയിച്ചത് CPMന്റെ. പിന്നീട് വന്ന മണിയാശാൻ നിസാര വോട്ടുകൾക്ക് ജയിച്ചു. പക്ഷേ അന്ന് BDS മത്സരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജനം പുറന്തള്ളിയ രാഷ്ട്രീയ നേതാവ്, ഉടുമ്പൻചോലയിലും പീരുമേട്ടിലും MLA ആയിരിക്കുകയും ജനങ്ങളുമായി ഒരു ബന്ധവും പുലർത്താതിരുന്ന EM ആഗസ്റ്റ് മത്സരിച്ചതുകൊണ്ട് 38,000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ മണിയാശൻ ജയിച്ചത്. ഇവിടെയെല്ലാം കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളായിരുന്നു ഘടകം. ഇത്തവണ ഞാൻ ഈ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഉടുമ്പൻചോല മണ്ഡലം എൻ്റെ കൂടി മണ്ഡലമാണ്. ഇവിടെ നമ്മൾ നേരിട്ട് കണ്ട കാഴ്ച ഇതാണ്. ഇവിടുത്തെ സാധാരണ UDF പ്രവർത്തകൻ, അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽപ്പെട്ടതാകട്ടെ, കോൺഗ്രസ്സുകാരനാകട്ടെ, ലീഗുകാരനാകട്ടെ, അവർക്കൊന്നും ഒരു അനൈക്യം, അവർക്കൊന്നും ഒരു ഗ്രൂപ്പും ഇല്ല. തങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ, ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ചെന്ന് ഞങ്ങളുടെ ഒരാള് പ്രതിയാക്കപ്പെട്ടാൽ അവൻ നിരപരാധിയാണെങ്കിൽ അതൊന്ന് പറയാനാവണം. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ തഹസീൽദാരോടോ ഇവിടുത്തെ വില്ലേജ് ഓഫീസറോടോ ഒന്ന് പറയാനാവണം. അത് തങ്ങൾക്ക് ജയിച്ചേ മതിയാവൂ. തങ്ങൾക്കൊരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടാവണം. ഉടുമ്പൻചോലയിൽ ഒരു ജനപ്രതിനിധി UDFനുണ്ടാവണം. അത് ഉടുമ്പൻചോലയിലെ UDF പ്രവർത്തകർ അങ്ങ് ഏറ്റെടുത്തു. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഐക്യകണ്ഠേന തോട്ടം മേഖലകളിലും കാർഷിക മേഖലകളിലും അവർ നന്നായി പണിയെടുത്തു. ഭൂരിപക്ഷം നിസ്സാരമാണോ?
37,000 വോട്ടുകൾക്ക് എം മണി ജയിച്ചെടുത്താണ് 20,000-ലധികം വോട്ടുകൾക്ക് സേനാപതി വേണു എന്ന് പറഞ്ഞ UDF കോൺഗ്രസ് നേതാവ് ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 57,000 വോട്ടുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തിൽ നിന്നും. അപ്പൊ അത്രമാത്രം ഈ CPM-ന്റെ രാഷ്ട്രീയ താർസ്യത്തെ ഇവിടെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ അവരുടെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇനി ഇടുക്കിയിലേക്ക് വന്നാൽ, ഇടുക്കിയില് 5 തവണ നമ്മൾ പറയുമ്പോൾ 1/4 നൂറ്റാണ്ട് അവിടെ ജനപ്രതിയായിരുന്നു ബഹുമാനായ റോഷി അഗസ്റ്റിൻ. നല്ല പൊതുപ്രവർത്തകരാണ്, ആൾക്കാരുമായി നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷേ റോഷി അഗസ്റ്റിൻ ജയിച്ചത് 4 തവണയും UDF സ്ഥാനാർത്ഥിയാണ്. ചിഹ്നം 2-ലെയാണ്, പക്ഷെ UDF സ്ഥാനാർത്ഥിയാണ്. അതിനുശേഷം അദ്ദേഹം മത്സരിച്ചത് LDF സ്ഥാനാർത്ഥിയായി 2-ലെ ചിഹ്നത്തിലാണ്. പരമ്പരാഗതമായി 2-ലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന UDF-ലെ ഒരു വിഭാഗം പോലും കുറെയൊക്കെ ഈ 2-ലേക്ക് വോട്ട് ചെയ്തു. അതേസമയം അദ്ദേഹത്തിന്റെ എതിരാളിയായി വന്ന ഫ്രാൻസിസ് ജോർജ് അതിനു മുമ്പ് റോഷി അഗസ്റ്റിനെതിരെ മത്സരിച്ചത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി LDF-ൽ നിന്നുകൊണ്ട് ട്രാക്ടർ ചിഹ്നത്തിൽ. അപ്പം അതും അദ്ദേഹത്തിന് ഗുണം കിട്ടി. ഇത്തവണ റോഷി അഗസ്റ്റിനോട് ഞാനിപ്പോ ഫീൽഡിലൊക്കെ പോയി, ഇടുക്കിയിലെ ഫീൽഡിലൊക്കെ പോയി, ഇന്നലെയും അവിടെയുള്ള പ്രവർത്തകരെ കണ്ടു. അവിടെ പറഞ്ഞത് പ്രധാനമായി റോഷി അഗസ്റ്റിൻ ഇടുക്കി മണ്ഡലത്തിൽ വികസനങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജനങ്ങളും അങ്ങനെ പറയുന്നില്ല. അവിടെ ഉണ്ടായത് ഈ കേരള കോൺഗ്രസിന്റെ ഒരു സംസ്കാരം, അതിലെ സാധാരണപ്പെട്ട അണികളൊക്കെ ജനാധിപത്യ വിശ്വാസികളും ഈശ്വര വിശ്വാസികളും ഒക്കെയാണ്. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് അത്ര എങ്ങോട്ട് ഇടപഴകി ജീവിക്കാനാവില്ല. ഒരു കേരള കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, ഇവരുടെ കൂടെ ഇരിക്കുന്നതിലും ഭേദം ഇവര് പാർട്ടി ഓഫീസിന് കുറിച്ച് തരുന്നത് ചെയ്യാൻ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് മാത്രം ഇവിടെ ഇരിക്കാൻ കഴിയും, ഇവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് എന്ന് പറഞ്ഞാൽ ഈ CPM-ന്റെ ആ രീതികളോട് പൊരുത്തപ്പെടുന്നവരല്ല ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ. അപ്പൊ അവർക്ക് ഒരു UDF പ്രവേശനം അവർ ആഗ്രഹിച്ചിരുന്നു. അതിന് തടയിട്ടത് ഈ റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിന് CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്, പിണറായി വിജയനുമായിട്ടുള്ള എന്തോ കരാറാണ്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനാണ് തങ്ങളുടെ UDF പ്രവേശനത്തിന് തടസ്സം നിന്നത് എന്ന് വിശ്വസിക്കുന്ന കേരള കോൺഗ്രസ് M-ലെ ജനവിഭാഗങ്ങൾ പോലും ഇത്തവണ റോഷിയെ കൈവിട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെയും ഈ പറഞ്ഞതുപോലെ 28,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ജയിക്കുന്നത്. ഈ റോയി കെ പലോസ് ആ മണ്ഡലംകാരനല്ല, തൊടുപുഴക്കാരനാണ്. പക്ഷെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, KPCC വൈസ് പ്രസിഡന്റാണ്, മുൻ DCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം മികച്ച പൊതുപ്രവർത്തകരാണ്. പക്ഷെ ഇടുക്കിയിൽ അദ്ദേഹം വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 23,800 വോട്ട് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അത്രമാത്രം റോഷി അഗസ്റ്റിന്റെ രാഷ്ട്രീയ നിലപാടിനെ, അദ്ദേഹത്തിന്റെ വികസനം ചെയ്യാത്തതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ ഇടുക്കിയിലെ കേരള കോൺഗ്രസ്സുകാർ അടക്കമുള്ളവർ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ കനത്ത പരാജയം ഉണ്ടായത്. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ കോതമംഗലവും മൂവാറ്റുപുഴയും, അതിൽ കോതമംഗലം LDF-ൽ നിന്ന് UDF തിരിച്ചു പിടിച്ചു, മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ നിലനിർത്തി. 2ഇടത്തും വലിയ ഭൂരിപക്ഷം ഉണ്ടായി. മൊത്തത്തിൽ 1,14,000 വോട്ടുകൾ ഡീൻ കുര്യാക്കോസിന്റെ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ളത് അതിന്റെ ഇരട്ടിയിലധികം 2,30,689 വോട്ടുകൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ UDF മേൽക്കൈ നേടിയിരിക്കുന്നു, ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്തെ ഈ മലയോര മേഖലയോടുള്ള സമീപനങ്ങൾ, ഭൂവിഷയങ്ങളിലും വന്യമൃഗ വിഷയങ്ങളിലും അവരുടെ സമീപനങ്ങൾ തെറ്റാണ് എന്നതിന് കൃത്യമായ അടിവരയിട്ട തെരഞ്ഞെടുപ്പ് ഫലമാണ്. 2,30,000 വോട്ടുകൾ. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇവിടെ മത്സരിച്ച PJ കുര്യന് പോലും 1,40,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ കിട്ടിയിട്ടുള്ളൂ. ആ മണ്ഡലത്തിലാണ് ഇപ്പോ 2,30,000 വോട്ടുകൾക്ക് UDF മേൽക്കൈ നേടിയിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തെ ചിന്തിപ്പിക്കണം. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ രാഷ്ട്രീയ താർസ്യം ജനം അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടുകൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ല. AK ശശീന്ദ്രനെ പോലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന വനം വകുപ്പിനെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റോബിനെ ഇടുക്കിയിലെ 2-3 വനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തല്ലോ. കാഞ്ചിയാറിൽ 27 കുടുംബങ്ങൾ
ജണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്നവരുടെ വൈദ്യുതി വിച്ഛേദിക്കുവാൻ വനംവകുപ്പ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇടുക്കി മണ്ഡലത്തിലെ റോഷി അഗസ്റ്റിൻ മത്സരിച്ചിരുന്ന ഇടുക്കി മണ്ഡലത്തിലെ പാൽക്കുളം മേടിൽ, കഞ്ഞിക്കുഴിക്കത്തുള്ള പാൽക്കുളം മേട്ടില് അവിടെ നിരവധി പേർ പട്ടയഭൂമിയിൽ അധിവസിക്കുക. അങ്ങോട്ടുള്ള ഗതാഗതം നടന്നിരുന്ന വഴി വനംവകുപ്പ് തടഞ്ഞിരിക്കുന്നു. ഇത്തരം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനത്തെ തടയാതിരുന്ന ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങളെ കൃത്യമായി ജനങ്ങൾ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുക. ജനം ആഗ്രഹിക്കുന്നത് സമാധാനപൂർവ്വമായി ജീവിക്കണം. ഇവിടെ രാഷ്ട്രീയ താല്പര്യം പാടില്ല. ജനങ്ങളുടെ സേവകരാവണം ജനപ്രതിനിധികൾ. അത്തരമൊരു സമീപനത്തിലേക്ക് ഇടതുപക്ഷത്തിന് ചിന്തിക്കുവാൻ പറ്റുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചെകിടിന് ഒരു അട്ടി കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. UDF ആണെങ്കിലും ഈ വിജയത്തിൽ അഹങ്കരിക്കാതെ, UDF ഇപ്പൊ തെരഞ്ഞെടുപ്പ് വിജയം സംസ്ഥാനത്തുണ്ടായി, അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടാകാതെ തങ്ങൾ ജനസേവകരാണെന്നുള്ള ബോധ്യം അത് MLA-മാർക്ക് മാത്രം ഉണ്ടായാൽ പോരാ. സാധാ തട്ടിലുള്ള ബൂത്ത് പ്രസിഡന്റിനടക്കം, മണ്ഡലം പ്രസിഡന്റിനടക്കം ആ ഒരു വികാരമാണ് ഉണ്ടാവുന്നത്. ഒരു വില കൂടിയ ഒരു ഇന്നോവ വാങ്ങിയിട്ട് അതിൽ പാർട്ടിയുടെ പതാക ഒരു മാലയായി ഗ്ലാസ്സിലൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ തങ്ങൾ ഏതാണ്ട് രാജാക്കന്മാരാണെന്ന ഭാവത്തിൽ ഇതുവഴി സഞ്ചരിച്ചാൽ നിങ്ങളെയും ജനം പുറന്തള്ളും. അതിന് യാതൊരു സംശയമില്ല. ജനത്തിന് മനസ്സ് മാറ്റാൻ വലിയ സമയമൊന്നും വേണ്ട. ആരെയും ഉൾക്കൊള്ളുവാനും ആരെയും തള്ളാനും ജനത്തിന് ഈ ഒരൊറ്റ വിരലടയാളം മാത്രം മതി എന്ന ബോധ്യം